മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എന്തോ നമ്മൾ ഇനി ഡ്യുവറ്റ് റൗണ്ടിലോട്ട് കിടക്കാൻ പോവാണ്. ഡ്യുവറ്റ് റൗണ്ടിൽ 2 സുന്ദരിമാർ ഇവിടെ വരാൻ പോവാണ്. സുന്ദരി കുട്ടികൾ. അതെ, ആരൊക്കെയാണ് ആ സുന്ദരി കുട്ടികൾ? ആരൊക്കെയാ? അറിയോ? ഹരിചന്ദന ആൻഡ് ഒപ്പം ശ്രീലക്ഷ്മി. ഓക്കേ, വെൽക്കം. അല്ല ഹരിചന്ദനും ശ്രീലക്ഷ്മിയും കൂടെ തകർക്കാൻ പോവാ. മോളെ എന്താണ് പറയാനുള്ളത്? ശ്രീലക്ഷ്മിയുടെ അടുത്തേ ഹൈറ്റിന്റെ കാര്യത്തിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അതെ അതൊരു ഒന്നും മക്കള് നല്ല ഐശ്വര്യമായിട്ടുണ്ട് കേട്ടോ. പാവാടയൊക്കെ കൊടുത്ത് നമ്മുടെ കേരളത്തിന്റെ തനതായ ഒരു എന്താണ് പണ്ടത്തെ പെൺകുട്ടികളുടെ ഒരു വേഷ സ്ഥാനം. ഏത് പാട്ടാ പാടുന്നത്? നമ്മളെ MG സാറിന്റെ എന്റെ പാട്ടോ? ഏത് പാട്ട്? രവീന്ദ്രൻ മാഷിന്റെ വടക്കുന്നാഥൻ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ മാറി മാറി പാടുവോ? റെക്കോർഡ് ചെയ്തത് രബി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഒരു സ്റ്റുഡിയോയില. എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം പറയാം. ഇത് ഈ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞപ്പോ ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് കോഴിക്കോട് ഭക്ഷണങ്ങൾക്ക് നല്ല പ്രസിദ്ധമാണല്ലോ. കാരണം നല്ല ബിരിയാണി, അതുപോലെ തന്നെ കല്ലുമേക്ക, ഇതൊക്കെ വാങ്ങിച്ച് രവിച്ചേട്ടന് ഒരു ഊണുണ്ട്. കൂട്ടത്തിൽ ഞാനും ഗിരീഷും. അതാണ് ചില കാര്യങ്ങൾ മറക്കൂല. കാരണം എത്ര നമ്മള് എന്നും ഊണ് കഴിക്കല്ലേ, പക്ഷെ ആ ഊണിനൊരു മാധുര്യം ഉണ്ട്. പെട്ടെന്ന് ആ മഞ്ഞക്കള തേങ്ങ അരച്ച മീൻകറിയൊക്കെ എന്റെ മനസ്സിലോട്ട് വന്നു. ഞങ്ങളുടെ പാലാ സ്റ്റേന്ന് വെച്ചാൽ മുളക് ചുമന്ന മീൻകറിയാ, പക്ഷെ ഇടയ്ക്ക് ഒരു ചേഞ്ചിന് ഒരു തേങ്ങ അരച്ച കോഴിക്കോടുകാരുടെ ഒരു മീൻകറി കഴിച്ചാൽ അത് ആ ചോറിൽ ചൂട് മീൻകറി വേണ ഇത്തിരി ഒരു നാരങ്ങാച്ചാറും കൂടെ മാത്രം മതി. സന്തോഷായി. അപ്പൊ ഇത് എഴുതിയിരിക്കുന്നതും ഗിരീഷ് പുത്തഞ്ചേരിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു രവിച്ചേട്ടനാണെന്ന് പറഞ്ഞു. ബാക്കി പിന്നെ പടത്തിന്റെ പേരും പറഞ്ഞു. പിന്നെ ബാക്കി വിട്ടുപോയ 2 കാര്യങ്ങൾ. 2006. All the best. Thank you. ആളക്കമ്പടിയോടും മേളവാദ്യഘോഷത്തോടും നാളെ നിന്റെ വേളിച്ചിക്കൻ വരുന്നു തത്തേ. നീളെ നീളെ തോരണങ്ങൾ, മാല പോലെ അലങ്കാരങ്ങൾ, ആളിമാരുത്താടിപ്പാടാം ഹരിയ തത്തേ. തത്തകളെത്തി തത്തും കല്യാണം. ഒത്തിരി 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 മുത്തുവിളക്കി തീർക്കും കല്യാണം. മഴയുടെ പവിഴമിടുക്കാം, നിലയുടെ വളകളൊരുക്കാം. മഴയുടെ പവിഴമിടുക്കാം, നിലയുടെ വളകളൊരുക്കാം. മണിക്കൈ വിളക്കേ തത്തകളെത്തി തത്തും കല്യാണം. ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം.
തക 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 തത്തകളിത്തി തത്തും കല്യാണം ഒത്തിരി 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 മുത്തു വിളക്കി ചേർക്കും കല്യാണം തത്തക 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 തത്തകളിത്തി തത്തും കല്യാണം ഒത്തിരി 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 മുത്തു വിളക്കി ചേർക്കും കല്യാണം മഴയുടെ പവിഴമെടുക്കാം നിലയുടെ വളകളൊരുക്കാം മഴയുടെ പവിഴമെടുക്കാം നിലയുടെ വളകളൊരുക്കാം കാവിലയ്ക്കും മണിക്കൈ വിളക്കേ തത്തക 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 തത്തകളിത്തി തത്തും കല്യാണം ഒത്തിരി 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 മുത്തു വിളക്കി ചേർക്കും കല്യാണം സൂപ്പർ സൂപ്പർ ഡാൻസേഴ്സ് എന്താണ് ഡാൻസേഴ്സ് നിങ്ങളിങ്ങനെ തകർക്കുവാണല്ലോ. ശ്രീലക്ഷ്മിയും ഹരിചന്ദ്രനും കൂടെ ചേർത്ത് തകർത്തുകൾ. താങ്ക് യു സർ. കാരണം ആ പാട്ടിനൊരു സുഖമുണ്ട്, അതിനകത്ത് ആ വയലൻസിന്റെ ഒരു അല്ലേ ഒരു ഒരു ഫോർമേഷൻ ഉണ്ട്. തത്തക 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 എന്ന് പറയുന്നത് അങ്ങനെ ആ പോകുന്ന വയലൻസ് ഒക്കെ വരുമ്പോഴേ മഴയുടെ തിരുരുരുരു. നല്ല രസമായിട്ട് ഓർക്കസ്ട്ര. എനിക്ക് തോന്നുന്നു മണികണ്ഠനൊക്കെ ഉണ്ടോ ഒന്ന് ഉണ്ട്, കാരണം ഈ പാട്ടിന് മണികണ്ഠൻ വായിച്ചിട്ടുണ്ട്. സൂപ്പർ പിന്നെ സൂപ്പർ. പ്രിൻസിനുണ്ടോ? റിസൻ ചേട്ടനുണ്ട്. അത് പറ. ഒറിജിനൽ വായിച്ച നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയണ കാര്യമില്ല. രവീന്ദ്ര മാഷിന്റെ ഈ പാട്ടില് എവിടെ മണികൻ ചേട്ടാ ഒന്ന് കൈമുക്കി ഒന്ന് കുറച്ചേരം ഞാൻ നീറ്റുന്നു. നന്നായിരുന്നു. ഒന്ന് രണ്ട് സ്ഥലങ്ങളാണ് പ്രശ്നം. അതായത് വരുന്നു തത്തേ അതുവരെ കൃത്യമായിട്ട് മോള് പാടി. നന്ദു അത് ഏത് നോട്ടാ മോളെ? വരുന്നു തത്തേ അല്ല വരുന്നു തത്തേ. ഇത്രയേ ഉള്ളൂ. ഈ തത്തയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടണോ? ഇത് പാടിയത് മച്ചാട് വാസന്തി അമ്മയാണ് ഈ ബിഗിനിങ് പോർഷൻ. അതുപോലെ തന്നെ അരിയ തത്തേ നോട്ട് കൃത്യമായിട്ട് പാടുന്നെങ്കിൽ വൃത്തിയായിട്ട് കൃത്യമായിട്ട് പാടും. തത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടാണെന്നുള്ള ഞങ്ങളെ ഒരുമാതിരി ത്രിശങ്കു സ്വർഗത്ത് നിർത്തുന്ന പരിപാടിയാണ്. കാരണം ഒന്നി കൃത്യമായിട്ട് പാടണം. അപ്പൊ ഞാൻ വിചാരിക്കും ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ വിചാരിക്കും. അതും കൂടെ നിങ്ങൾ പെർഫെക്റ്റ് ചെയ്യണം കേട്ടോ. കാരണം നിസ്സാരമായിട്ടുള്ള മിസ്റ്റേക്ക് ആണെങ്കിലും പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു പൂർണ്ണത കിട്ടും. 100/100 കിട്ടും. ഇല്ലെങ്കിൽ 97 ആയിപ്പോവും. ഇപ്പൊ വന്നവരൊക്കെ കുഴപ്പമില്ല, നന്നായിട്ട് പാടി. അവരുടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷം അങ്ങ് 97 അല്ലാതെ കുറഞ്ഞു പോയല്ലോ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.